ഒരു മനുവിൻ്റെ കാലം 71 ചതുർയുഗ. ചതുർയുഗം പറഞ്ഞില്ലേ, 43,20,000 കൊല്ലമാണ് ചതുർയുഗം. അങ്ങനെ 71 ചതുർയുഗം കൂടുമ്പോഴാണ് ഒരു മന്വന്തരം. ഇപ്പോൾ അതിൽ 28ാമത്തെ മനുവിൻ്റെ കാലമാണ് വൈവസ്വത മനു. ആ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? വൈവസ്വത മനുവിൻ്റെ കാലമാണ്. വൈവസ്വത മനുവാണ് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെയും ഈ ലോകങ്ങളെയെല്ലാം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കൽപ്പം 7 കൽപ്പാണെന്ന് പറഞ്ഞല്ലോ. ആ 7 കൽപ്പത്തിൽ 4ാമത്തെ കൽപ്പം പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ കാലം. ശ്വേതവരാഹ കൽപ്പം എന്ന് പറയും. ശ്വേതവരാഹ കൽപ്പം, അത് കലിയുഗം. ആ കലിയുഗത്തിൽ ശകവർഷം, ആ ശകവർഷം 5000 കൊല്ലം കഴിഞ്ഞു. ഇത് നമ്മൾ ഈ ഓരോരോ കർമ്മങ്ങളിലേ, ശ്രൗതകർമ്മങ്ങളുണ്ടല്ലോ. ശ്രൗതകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ യജ്ഞാദി കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പ്രായശ്ചിത്തങ്ങൾ ചെയ്യുമ്പോൾ, ഹോമം ചെയ്യുമ്പോഴെല്ലാം ഇതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ചെയ്യുക. അവിടെ മന്ത്രം ചെല്ലുമ്പോഴെല്ലാം അങ്ങനെ വൈവസ്വത മന്വന്തരത്തിൽ, കലിയുഗത്തിൽ, ശകവർഷത്തിൽ ഇത്രാമത്തെ കൊല്ലം, ഇത്രാമത്തെ ദിവസം, ഇന്ന ദിവസം എന്ന് കൃത്യമായിട്ട് നക്ഷത്രം പക്കമടക്കം പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുക. ഓർമ്മിക്കുകയാണ്. നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്ത് ചരിത്രമാണ്? ഭാരതത്തിന് ചരിത്രം എഴുതിയത് വളരെ അടുത്ത കാലത്താണല്ലോ. നമ്മൾ പുസ്തകങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് ചരിത്രം നോക്കുമ്പോൾ ആ ചരിത്രം വളരെ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള ചരിത്രമാണ്. കാരണം ഭാരതത്തിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നാണ് ഈ ഹിസ്റ്റോറിയൻസ്, ചരിത്ര ഗവേഷകന്മാർ പറയുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രമൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്നിട്ടത് എഴുതിയത് ആരാണ്? പിന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാർ ചരിത്രം എഴുതിയിട്ടുള്ള ചരിത്രമാണ് ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. ഭാരതത്തിൽ ചരിത്രം എഴുതി വെച്ചത് കാലാകാലങ്ങളിൽ എഴുതിയിട്ടുള്ള ചരിത്രമല്ല, മന്വന്തരത്തിൻ്റെ ചരിത്രം ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ മന്വന്തരങ്ങളുടെ ചരിത്രം ആദ്യം തന്നെ ഭാഗവതാദി പുരാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ഭാരതത്തിൻ്റെ ചരിത്രം. എവിടുന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ പറയുന്നത് എവിടുന്നാണ്? പരമാത്മാവിൽ നിന്ന് തുടങ്ങിയിട്ട് ബ്രഹ്മാവിൽ കൂടെ സൃഷ്ടി വികസിച്ചു വന്ന് ഇത്രയും കാലം, ഇനി ഇത്രയും കാലം കഴിയാനിരിക്കുന്നു, ഇത്രയും കാലം കഴിഞ്ഞു, അത് വരുമ്പോൾ എന്നതാണ്, അത് കഴിഞ്ഞാൽ എന്നതാണ്. അങ്ങനെ 1000 ചതുർയുഗങ്ങൾ കൂടുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, ഒരു പകല്, അതുപോലെ രാത്രി. അങ്ങനെ ബ്രഹ്മാവിന് എത്ര വയസ്സാണ്? 100 വയസ്സാണ്. അപ്പം ആ മന്വന്തരത്തിൻ്റെ ചരിത്രമാണ് ഭാരതീയ ചരിത്രം. അതൊരു വ്യക്തിയുടെ ചരിത്രമല്ല, സംസ്കാരത്തിൻ്റെ ചരിത്രമാണ്. കാലാകാലങ്ങളിൽ യുഗപര്യന്തം ഉണ്ടായിരിക്കുന്ന സംസ്കാരങ്ങളുടെ ചരിത്രമാണ് ചരിത്രം. ഒരു മൗര്യനോ ഒരു ചന്ദ്രഗുപ്തനോ അതിൽ നമ്മളെപ്പോലുള്ള വെറും പ്രാണികളാണ്. നമ്മൾ പഠിക്കുന്ന ചരിത്രമുണ്ടല്ലോ, മൗര്യനായാലും ചന്ദ്രഗുപ്തനായാലും അക്ബറായാലും ഹുമയൂണായാലും എല്ലാം, ഹർഷനായാലും അതെല്ലാം നമ്മളെപ്പോലെ ജനിച്ചു മരിക്കുന്ന ചെറിയ ചെറിയ ശലഭമെന്നൊന്നും പറയാൻ വയ്യ, കീടങ്ങളാണ്. അപ്പം ആ ഒരു ചരിത്രമല്ല നമുക്കിവിടെ വേണ്ടത്. ആ ചരിത്രം നമുക്ക് ഭാരതീയനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിദേശാധിപത്യത്തിന് മുമ്പുള്ളൊരു ചരിത്രമോ സംസ്കാരത്തിനെ കുറിച്ചോ പറയുന്നില്ല. വിദേശാധിപത്യത്തിന് ശേഷമുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം പഠിക്കുന്നുള്ളൂ, മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു മനസ്സിൽ ഈ ചരിത്രം കയറുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ ഈ ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഈ യുഗങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, ഈ ലോകങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കേൾക്കുന്നത് തന്നെ കണ്ണ് ചുളിച്ചിരുന്നിട്ടാണ് കേൾക്കുക. ഈ സമഷ്ടിയാവുമ്പോഴാണല്ലോ ഈ കണ്ണ് ചുളിച്ചിരിക്കുക. മറ്റേതങ്ങനല്ല, വിടരുക ചെയ്യാം മുഖം. അതായത് നമ്മളൊരു കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന സമയത്ത് ഹായ് എന്നുള്ള ഒരു ഭാവം നമ്മളെ ഉള്ളിൽ വരുന്നില്ലേ, ഒരു എക്സ്പ്രഷൻ. മറ്റേതല്ല, കണ്ണ് ചുളിച്ചിട്ടായിരിക്കുക. സംശയമാണ്, ശരിയാണോ തെറ്റാണോ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിൻ്റെയും അറിവിൻ്റെയും ദോഷം. അവിടെയാണ് നമ്മൾ അടിസ്ഥാനമായിട്ടത് മാറ്റിയെടുക്കേണ്ടത്. ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം, ഭാഗവതത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം, ചരിത്രത്തെ ഉൾക്കൊള്ളാൻ സാധിക്കണം. മന്വന്തര ചരിതം